ഹിമാലയൻ താഴ്വരയിലെ ജൻസി കലാപം അത് ഒരു വലിയ അസ്വസ്ഥതയാണ് ഒരു ചെറിയ ഒരു 2 ആഴ്ച കാലം ഉണ്ടാക്കിയത്. അവിടെയും അസ്വസ്ഥത പോകുന്നു. ഇന്ത്യയുടെ അയൽരാജ്യമാണ്. ആരാ എൻ്റെ പിന്നിൽ? ആരാണ്? CIA-യും ISI-യും ബംഗ്ലാദേശ് യൂനിസും ഇവർ മൂന്നുപേരാണ്. അവർ മൂന്നുപേരാണ് എൻ്റെ. വെറുതെ തെളിവില്ലാതെ അങ്ങനെ പറയാൻ പറ്റുമോ? തെളിവെല്ലാം ഉണ്ടല്ലോ. യു സെർച്ച് ദ ഇന്റർനെറ്റ്, യു ഇൻവെസ്റ്റിഗേറ്റ്. നേട്ടം നമ്മൾ അവിടെ കുറെ ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അജ്ഞാതരവിടെ ഇറങ്ങി വലിയ ശല്യം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ട്രംപ് പറഞ്ഞ പോലെ കേട്ടില്ല. നമ്മളൊന്ന് ഒട്ടക്കി നിൽക്കുകയാണ്. ടാരിഫ് ഒന്നും ഇവിടെ ഒരു രക്ഷയൊന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മൾ റഷ്യൻ ഓയിൽ അങ്ങ് വാങ്ങിച്ച് കൂട്ടുകയാണ്. അപ്പം നമ്മളെ ഒന്ന് മര്യാദ പഠിപ്പിച്ചാണ്. അത് ഈ എന്തിനും ഗുണ്ടായിട്ട് നിൽക്കുകയല്ലേ ISI. അപ്പം ISI തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അമേരിക്ക ഇളക്കി വിട്ടുകൊടുത്ത് അമേരിക്ക, ബംഗ്ലാദേശ്, യൂനിസ്, ഈ മുനീർ, ഇവന്മാർ മൂന്നുപേരുമാണ് ഈ കലാപം ഇളക്കി വിട്ടത്. നമ്മൾ പക്ഷെ അത് കണ്ടെയ്ൻ ചെയ്തു. അതിന് ഇന്ത്യക്ക് റോൾ ഉണ്ടായിരുന്നു. കണ്ടെയ്ൻ ചെയ്യാൻ ഇന്ത്യക്ക് റോൾ ഉണ്ടായിരുന്നു. അല്ല, കണ്ടെയ്ൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇവന്മാർക്ക് പണി കൊടുത്തു. അത് കണ്ടെയ്ൻ ചെയ്ത് നമ്മുടെ സാധനമില്ലേ, ലഡാക്കിലല്ലേ. ലഡാക്കിലാണ് ഈ കലാപം ഉണ്ടായത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭൂട്ടാൻ, നേപ്പാൾ. ഇല്ല, ഭൂട്ടാനില് കലാപമൊന്നും ഉണ്ടായി, നേപ്പാളിലുണ്ടായി. ജൻസി അല്ല, ഭൂട്ടാൻ, നേപ്പാൾ. ഈ ലഡാക്കിൽ വലിയ കലാപം ഉണ്ടായി. അത് ഇവന്മാരിളക്കി വിട്ടാണ്. ഈ മൂന്ന് പേര് ഞാൻ പറഞ്ഞു. ഈ അമേരിക്ക ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഒന്നിലും ഇല്ല, മാറി നിൽക്കുകയാണ്. നേപ്പാളിലുണ്ട് ജൻസി കലാപം. ചൈനയാണ് ചൈനയാണ് അതിന്റെ പിന്നിൽ. ചൈനയുണ്ട്, പിന്നെ USA ഉണ്ട്. USA ബംഗ്ലാദേശിൽ കടന്ന് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന അവിടെ സെന്റ് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അത് വേണമെന്ന് അത് ഇവര് പറഞ്ഞു ഞാൻ കൊടുത്തില്ല എന്ന്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് സെന്റ് മാർട്ടിൻ നമ്മുടെ കയ്യിലും മറ്റേ ഇവന്മാരില്ലേ മ്യാൻമാറിൽ റൊഹിംഗ്യ റഖൈൻ ആർമി, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇപ്പം നമ്മളാണത് കൺട്രോൾ ചെയ്യുന്നത്.